ലോർഡ്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി. രോഗികളായി കിടക്കുന്ന ഒത്തിരി പേരെ കർത്താവിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ചും കിഡ്നിയുടെ ഭാരത്താൽ വിഷമിക്കുന്ന വ്യക്തികളെ കർത്താവിനെ കാണിച്ചു തരുന്നുണ്ട്. കർത്താവ് പറയുന്നത് ഇപ്പം ഒരു സൈഡിൽ കൂടി ഇവിടെ മഴ പെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ കൂടി മഴയാണ്, ഒരു സൈഡിൽ കൂടി മഞ്ഞാണ്, ഒരു സൈഡിൽ കൂടി വേനലാണ്. അപ്പം ഈ ക്ലൈമറ്റ് പിടിക്കാഞ്ഞിട്ടാണ് പല ആളുകളും രോഗാവസ്ഥയിലായിരിക്കുന്നതാണ് എന്നാണ് ദൈവം തമ്പുരാൻ പറയുന്നത്. പിന്നെ രണ്ടാമത് കിഡ്നി രോഗത്താൽ, അതായത് കിഡ്നി ഫെയിലിയർ ആയിപ്പോയ രോഗികൾ, ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന രോഗികൾ. ക്യാൻസർ എന്ന് പറയുമ്പം ഇപ്പം ക്യാൻസറിൻ്റെ രോഗം കണ്ടുപിടിച്ച ആളുകൾ, ഇപ്പം പുതുതായി കണ്ടുപിടിച്ച ആളുകൾ, എയ്ഡ്സ് രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകൾ. എയ്ഡ്സ് രോഗത്താൽ എന്ന് പറയുമ്പം എയ്ഡ്സ് രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകൾ. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി ആളുകളെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കിന്നിൽ അലർജി കൊണ്ടുള്ള രോഗമെന്ന ആളുകൾ, ഈ സോറിയാസിസ് പോലുള്ള രോഗമുള്ളവർ, ഇങ്ങനെ ഒത്തിരി പേരെ കർത്താവിനെ കാണിച്ചു തരുന്നുണ്ട്. കർത്താവ് പറയുന്നു, നിങ്ങളെല്ലാവരെയും കർത്താവ് പൂർണ്ണമായി വിടുതൽ നൽകി, സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കിഡ്നി രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയെ ആ പൈശാചി ബന്ധനത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് അനുഗ്രഹിക്കുന്നു. മറ്റേ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് രോഗബാധിതരായി കിടക്കുന്ന എല്ലാവരെയും ആ രോഗത്തിൽ നിന്നും കർത്താവ് പൂർണ്ണമായും വിടുവിച്ച് സൗഖ്യമാക്കുന്നു. കർത്താവ് പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിനെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അഥവാ സ്നേഹിക്കുകയും ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വിടുതലാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിൽ നിന്നും, നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കർത്താവ് നിങ്ങളെ എപ്പോഴും വിടുവിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങൾക്ക് നിങ്ങൾ വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, നിങ്ങൾ കർത്താവായ യേശുവിനെ വിശ്വസിക്കുക. ആ ദൈവത്തോട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറയുക. അത് എന്തുമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ രോഗമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ഏത് കാര്യവും, മരുന്നില്ലാത്ത രോഗമായാലും ശരി, നിങ്ങളുടെ നിങ്ങൾ ആരോടും പറയാൻ കഴിയാതെ രഹസ്യമായി വെച്ചിരിക്കുന്ന ചില രഹസ്യ സ്വഭാവങ്ങളുള്ള വ്യക്തികളെ കർത്താവിനെ കാണിച്ചിരുന്നുണ്ട്. ഇതൊക്കെ മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് എന്താണ് പോംവഴി എന്ന് അവർ ചിന്തിച്ചിട്ട് ഇതുവരെ ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. കർത്താവിനോട് പറയുക. നിങ്ങളുടെ പാപങ്ങൾക്കും കൂടി വേണ്ടിയാണ് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ യാഗമായതും അവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതും. കർത്താവ് പറയുന്നു, നിന്റെ പാപം കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുക്കും. മനസ്സിലായോ? മനുഷ്യർ നിങ്ങളെ തള്ളും, മനുഷ്യർ നിങ്ങളെ കുറ്റപ്പെടുത്തും, മനുഷ്യർ നിങ്ങളെ ഒറ്റപ്പെടുത്തും, മനുഷ്യർ നിങ്ങളെ ആക്ഷേപിക്കും, പരിഹസിക്കും, കളിയാക്കും. പക്ഷെ കർത്താവ് യേശു ഒരിക്കലും ആരെയും പരിഹസിക്കത്തില്ല. അതിനാൽ നിങ്ങളുടെ പാപം എത്ര വലുതായാലും, എത്ര രഹസ്യമായിരുന്നാലും നിങ്ങളത് കർത്താവിനോട് പറയുക. കർത്താവ് തീർച്ചയായും നിങ്ങളെ അതിൽ നിന്നും വിടുവിക്കും. ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.